വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് 159 റുപ്പീസിൻ്റെ ജോയിൻ ബട്ടൺ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് ഏകദേശം ഒരു ടെലഗ്രാം അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മീൻസ് ഒരു ഗ്രൂപ്പാണത്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വോയിസ് ചാറ്റുമായിട്ടുള്ള ഫെസിലിറ്റീസ് അതിൽ അവൈലബിൾ ആണ്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കി കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് ഒരുപാട് നാളുകളായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ചേച്ചി ഞങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാര്യം എല്ലാ ദിവസവും ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. അതുവഴി നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ ചാനലിൽ മെമ്പർഷിപ്പ് ബട്ടൺ ഇനേബിൾ ചെയ്യുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ല. അത്രയും വാലിഡ് ആയിട്ടുള്ളതും അത്രയും റിലവൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതും കൂടി ഓർത്തിട്ട് മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് മെൻസ്ട്രൽ ക്ലോത്ത്സിനെ പറ്റിയിട്ടാണ്. പീരിയഡ്സ് ആകുന്ന സമയത്ത് ക്ലോത്ത്സ് പോയിട്ട് പലരും അമ്പരന്ന് പോകാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്? ഇത് പോകുന്നത് നോർമലാണോ? എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ പലരും പരിഭ്രാന്തരാവാറുണ്ട്. മെൻസ്ട്രൽ ക്ലോത്ത്സ് നമുക്ക് ഉണ്ടാവുന്നത് പല സിറ്റുവേഷനിലും നോർമലാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ട് ഈ കൃത്യമായിട്ടുള്ളൊരു രീതിക്കല്ല ആ ഒരു ക്ലോത്ത്സ് പോകുന്നത്. നല്ല വലിപ്പത്തിൽ ആ ക്ലോത്ത്സ് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സിൽ കൺസിഡർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കും ലാർജ് സൈസിലൊക്കെ നിങ്ങൾക്ക് ക്ലോത്ത്സ് പോകുന്നത്. അപ്പോൾ ആ കാര്യം എന്താണ് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലോത്ത്സിനെ പറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സിൻ്റെ കൂടുതൽ ഫ്ലോ ഉണ്ടാകുന്ന ദിവസങ്ങളിലാണ് നോർമലായിട്ട് മെൻസ്ട്രൽ ക്ലോത്ത്സ് കണ്ടുവരുന്നത്. പീരീഡ് ആകുന്ന എക്സസ് ഫ്ലോ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ആ ബ്ലീഡിങ്ങിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ശരീരത്തിലെ ക്ലോത്ത്സ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സൈസ് എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു ക്വാർട്ടർ പകുതിയുള്ളൊരു ഭാഗമായിരിക്കും നമുക്കിത് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ക്ലോത്ത്സ് നോർമൽ സൈസായിട്ട് പറയുന്നത് ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 3 സെൻറ്റിമീറ്ററിന് താഴെയുള്ള അളവിലാണ് നിങ്ങൾക്ക് ക്ലോത്ത്സ് പോകുന്നതെങ്കിൽ ആ ക്ലോത്ത്സ് നോർമൽ ആയിട്ടുള്ള രീതിക്കുള്ളതെന്നാണ് കൂടുതലും ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ എങ്ങനത്തെയാണെന്ന് നോക്കാം. ബ്രൈറ്റ് റെഡും അല്ലെങ്കിൽ ഡാർക്ക് മെറൂണുമായിട്ടുള്ള കളറിലായിരിക്കും കൂടുതലായിട്ടും നിങ്ങൾക്ക് ക്ലോത്ത്സ് കാണപ്പെടുന്നത് കേട്ടോ. ഈ ക്ലോത്ത്സ് പോകുന്ന സമയത്ത് നമുക്ക് അതിശക്തമായിട്ടുള്ള വേദനയൊന്നും നോർമൽ ക്ലോത്ത്സിൽ ഉണ്ടാവില്ല. ശക്തമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന ദിവസങ്ങളിൽ എന്തോ ഒന്ന് വാക്യൂം വെച്ചിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഒരു പെട്ടെന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ലേ, അതുപോലുള്ളൊരു എഫക്റ്റും അതുപോലുള്ളൊരു മാറ്റമായിരിക്കും ക്ലോത്ത്സ് പോകുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പലർക്കും ഇതങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പൊക്കെ വെക്കുന്ന ആളുകൾക്കാണ് ക്ലോത്ത്സ് പോയത് അറിയാനായിട്ട് പറ്റുന്നത്. അങ്ങനെ തന്നെ കിടക്കുമല്ലോ. എന്നാൽ നേരെ മറിച്ച് പാഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ ശരീരം തന്നെ ഇങ്ങനെ ആ പാഡിൽ തന്നെ അബ്സോർബ് ആയി പോകുന്നത് കൊണ്ട് നമുക്ക് ആ ക്ലോത്ത്സിന്റെ അത്രത്തോളം വലിപ്പമൊന്നും തിരിച്ചറിയാനായിട്ട് പറ്റില്ല. എനിവേ നമുക്കൊരു സെൻസേഷൻ ഉണ്ടാകും. അതായത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് കയറിയത് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു സെൻസേഷനും ഫീലിംഗും നമുക്ക് ഫീൽ ചെയ്യാം. അതല്ലാതെ അതിശക്തമായിട്ടുള്ള വേദനയൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇനി എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള മെൻസ്ട്രൽ ക്ലോത്ത്സ് എന്ന് നമുക്ക് നോക്കാം. അബ്നോർമൽ മെൻസ്ട്രൽ ക്ലോത്ത്സ് എപ്പോഴും നല്ല വലിപ്പത്തിലുള്ളതായിരിക്കും. നോർമൽ സൈസ് ഒരു 3 സെൻറ്റിമീറ്ററിൽ താഴെയാണെങ്കിൽ അബ്നോർമൽ ക്ലോത്ത്സ് അതിനേക്കാളും വലിപ്പത്തിൽ നിങ്ങൾക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അബ്നോർമൽ ക്ലോത്ത്സ് പോകുന്ന സമയത്ത് മറ്റുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാകാം. ഒരുപാട് മെൻസ്ട്രൽ ബ്ലീഡിങ്, അതുപോലെ അതിശക്തമായിട്ടുള്ള വേദന, ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ആ അബ്നോർമൽ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ ആണ് ഫൈബ്രോയിഡോ അല്ലെങ്കിൽ പൊളിപ്പോ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് യൂട്രസിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ. ഇങ്ങനെ ഫോം ചെയ്യുന്നത് കൊണ്ടോ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടും ഇത് നോർമൽ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ ഫ്ലോയിനെ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലോത്ത്സ് വലിയ സൈസിൽ ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് PCOD, തൈറോയ്ഡ്, മറ്റുള്ള ഹെൽത്ത് കണ്ടീഷൻസ്, അതായത് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ്. PCOD ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മെൻസ്ട്രൽ ഫ്ലോയിനെ അത് ചില രീതിക്കൊക്കെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അതുകൊണ്ട് തന്നെ PCODയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആളുകൾക്ക് ഈ ഒരു കണ്ടീഷനിൽ ക്ലോത്ത്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. PCODയും തൈറോയ്ഡും ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ടും അതുപോലെ വെയിറ്റ് ലോസിനും ഫാറ്റ് ബേൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ
നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് കൊണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലോട്ട്സ് ഫോം ചെയ്യുന്നതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തൊരു റീസൺ ആണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ എൻഡോമെട്രിയം ടിഷ്യൂസ് യൂട്രസിൽ വളരാതെ മറ്റുള്ള ട്യൂബിലോ ഓവറീസിലോ മറ്റു പുറമേയുള്ള ഭാഗങ്ങളിലോ ഒക്കെ ഗ്രോ ആകുന്നതാണ് എൻഡോമെട്രിയോസിസ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനാണ് അഡിനോമയോസിസ്. ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും അതിശക്തമായിട്ടുള്ള വലിപ്പത്തിലൊക്കെ വേദനയോട് കൂടിയിട്ട് ക്ലോട്ട്സ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ. ചില സിറ്റുവേഷൻസിൽ ഡോക്ടേഴ്സ് കോൺട്രാസെപ്റ്റീവ് പിൽസ് കുറച്ച് നാളത്തേക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഈ മെഡിസിൻസ് എടുത്തിട്ട് തൊട്ടടുത്ത സമയം നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ആ സമയത്തും നിങ്ങൾക്ക് വലിയ ക്ലോട്ട്സ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത് ഏറ്റവും കൂടുതൽ ക്ലോട്ട്സ് ഉണ്ടാകുന്നത് നമ്മുടെ മിസ്കാരേജ് ഉണ്ടാകുന്ന കണ്ടീഷൻസിലാണ്. ഏകദേശം ഒന്ന് നീണ്ടുപോയിട്ടുള്ള പ്രഗ്നൻസി ആണെങ്കിൽ ഒരു 5 ആഴ്ചയുടെയോ 4 ആഴ്ചയുടെ ഒക്കെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൊരു പ്രഗ്നൻസി ആണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വലിപ്പം ഉണ്ടാകും. ആ ക്ലോട്ട്സിൽ കൂടി നമുക്കിങ്ങനെ ബ്ലഡ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ശക്തമായിട്ടുള്ള വലിപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ക്ലോട്ട്സ് ഫോം ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്ന ആളുകൾക്ക് ഇതുപോലെ വലിയ വലുപ്പത്തിലൊന്നും ക്ലോട്ട്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം കെമിക്കൽ പ്രഗ്നൻസി എന്നത് ഉദ്ദേശിക്കുന്നത് ഏർലി സ്റ്റേജിൽ സംഭവിക്കുന്ന മിസ്കാരേജ് ആണ്. നമ്മൾ പോലും പ്രഗ്നന്റ് ആണ് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി നഷ്ടമായി പോകുന്ന സിറ്റുവേഷൻ ആണ് ഈ കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. കെമിക്കൽ പ്രഗ്നൻസിയുടെ കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ വലിയ വലുപ്പത്തിലൊന്നും ക്ലോട്ട്സ് ഉണ്ടാകണമെന്നില്ല. നോർമൽ ക്ലോട്ട്സ് ആയിട്ടും ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള ഫ്ലോയും ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഇതിപ്പോൾ അടുത്ത അബോർഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തു, ചിലപ്പോൾ നമ്മൾ സ്കാനിങ്ങിന് പോയി ഫസ്റ്റ് സ്കാനിങ്ങിൽ കണ്ടിട്ടുണ്ടാകും ഹാർട്ട് ബീറ്റ് കിട്ടാതെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ റിപ്പീറ്റ് സ്കാനിങ് ഒക്കെ പറഞ്ഞ കണ്ടീഷൻ ആയിരിക്കും. ഈ സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിന്റെ ക്ലോട്ട്സ് കുറച്ചധികം വലിപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ക്ലോട്ട്സും അബ്നോർമൽ ക്ലോട്ട്സും എന്താണെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടില്ലേ? ഇനി എപ്പോഴൊക്കെയാണ് ക്ലോട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടറെ കാണേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സൈസ് വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു 3 സെന്റിമീറ്ററിനേക്കാളും കൂടുതലൊക്കെ വലിപ്പം നിങ്ങൾക്ക് ക്ലോട്ട്സിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ ക്ലോട്ട്സ് പോകുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് 7 ദിവസത്തിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫ്ലോ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. ചില ആളുകൾക്ക് 1 മണിക്കൂർ കൂടുമ്പോൾ പാഡ് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ക്ലോട്ട്സ് പോകുന്ന അവസ്ഥയുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പീരിയഡ്സ് അല്ലേ, ഫ്ലോ ഉണ്ടാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. ഫ്ലോ ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. 1 മണിക്കൂറിൽ ഒരു പാഡ് ചേഞ്ച് ചെയ്യേണ്ടതോ ഒരു ടാമ്പോൺ മാറ്റേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എന്തെങ്കിലും റീസൺസ് അതിന്റെ പുറകിലുണ്ടോയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അബ്ഡോമൻ പെയിനും പെൽവിക് പെയിനും ഭയങ്കര ഹെവി ആയിട്ട് ഉണ്ടാകുന്ന അവസ്ഥ. പീരിയഡ്സ് ആകുന്ന സമയത്ത് ചെറിയൊരു വേദനയൊക്കെ നമുക്കുണ്ടാകും. അതൊരിക്കലും അതിശക്തമായിട്ടുള്ളതോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതോ ആയിട്ടുള്ള വേദനയാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാതെ തളർന്നു കൂടി കിടക്കുന്ന ആളുകളുണ്ട്. ചിലവർ അവരുടെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതിന് മുൻപ് നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ശക്തമായിട്ടുള്ള വേദന ഫേസ് ചെയ്യാൻ നമുക്കുണ്ടാവുന്നത് വേറെ എന്തെങ്കിലും ഇതിന്റെ ബിഹൈൻഡ് ആയിട്ട് ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ പെയിൻ കില്ലർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ചിലവരുടെയൊക്കെ പെയിൻ ടോളറേറ്റ് ചെയ്യുന്നതിന്റെ അളവ് വളരെ വ്യത്യസ്തമായിരിക്കും. അതായത് ചെറുതായിട്ടൊന്ന് ഉറുമ്പ് കടിച്ചാലും വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു വേദന അഫക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേദന ഉണ്ടെങ്കിൽ കൂടി തന്നെയും അതിന്റെ പുറകിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല, വേറെ ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അനീമിയ ഉണ്ടോ എന്നാണ്. അനീമിയയുടേതായിട്ടുള്ള തളർച്ച, ക്ഷീണം, അതുപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അനീമിക് ആവുന്ന സമയത്ത് നമുക്ക് എക്സസ് ആയിട്ടുള്ള മെൻസ്ട്രൽ ഫ്ലോ ചില സിറ്റുവേഷനിൽ ഉണ്ടാകാം. പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഗ്രാജുവലി നിങ്ങൾക്ക് ഫ്ലോ ഒക്കെ ഒന്ന് കുറഞ്ഞ് ബ്ലീഡിങ് നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലീഡിങ് ബിറ്റ്വീൻ പീരിയഡ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക. പീരിയഡ്സ് കഴിഞ്ഞ സമയത്താണെങ്കിലും ആ ഒരു മന്തിൽ തന്നെ പെട്ടെന്ന് ഒരു 5 ദിവസം കൂടുമ്പോൾ പിന്നെയും ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഒരു മാസത്തിൽ തന്നെ 2 or 3 തവണയൊക്കെ പീരിയഡ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ നിങ്ങൾക്ക് പീരിയഡ്സ് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഡോക്ടറെ കാണണം കേട്ടോ. അതല്ലാത്ത ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെയാണ് നിങ്ങൾക്ക് ക്ലോട്ട്സ് കാണുന്നത്. ആ ക്ലോട്ട്സ് വന്നതിന് ശേഷം ബ്ലീഡിങ് കുറയുന്നുണ്ട്, 7 ദിവസത്തിനകത്ത് തന്നെയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത്, അതിശക്തമായിട്ടുള്ള വേദന, അങ്ങനെ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്, ഡോക്ടറെ
കാണണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്, പൊളിപ്പ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നതിന്, നീണ്ടു പോകുന്നതിനും ആ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ പ്രത്യേകമായിട്ടൊരു കൺസിഡറേഷൻ കൊടുക്കണേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.